പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും മഹാദുരന്തം സംഭവിച്ച വയനാട്ടിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. മറ്റ് കേന്ദ്ര നേതാക്കളെ ആരെയും നമ്മൾ ഇതുവരെ കണ്ടില്ല. നമ്മുടെ മന്ത്രി ശ്രീ ജോർജ് കുര്യൻ സ്ഥലത്തുണ്ട്. അദ്ദേഹം വിവിധ സേനാ വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുന്നുവെന്നാണ് പറയുന്നത്. പിന്നീട് ഓരോ 1 മണിക്കൂർ കൂടുമ്പോഴും പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടത്രേ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. 189 പേർ മരിക്കുകയും 270 വരെ കാണാതാവുകയും ചെയ്ത സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഒരു ഉരുൾപൊട്ടൽ ഇതുപോലെ ജീവഹാനി സംഭവിച്ച അല്ലെങ്കിൽ ഇത്രയേറെ ഭൂമി മഴവെള്ളപ്പാച്ചിൽ ഒഴിഞ്ഞുപോയ ഒരു അനുഭവം നമ്മുടെ മുമ്പിലില്ല. അതിൻ്റെ മുന്നിൽ ഒരു നാടൊട്ടാകെ കേണുകൊണ്ട് നിൽക്കുകയാണ്. നാട്ടുകാരെല്ലാവരും ചേർന്ന് സൈന്യത്തിൻ്റെയും സർക്കാർ സംവിധാനത്തിൻ്റെയും സഹായത്തോടെ അവർക്കെല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് വലിയ പരാതികളൊന്നുമില്ലാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. പക്ഷെ അപ്പോഴും ഈ പച്ചയിറച്ചി കണ്ട കഴുകനെ പോലെ രാഷ്ട്രീയം പറയുന്ന ചില ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. വാസ്തവത്തിൽ ഇവരൊക്കെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ട്യൂഷന് പോകണമെന്നാണ് പറയാനുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു, ദുരന്തത്തിന് ഇരയായവരെ കണ്ടു, ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുമായി സംസാരിച്ചു. അതിനൊക്കെ ശേഷം മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങളിലൊക്കെ രാഷ്ട്രീയം കലരും. അതിനെ മാധ്യമപ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പത്രസമ്മേളനത്തിൻ്റെ വിഷ്വൽസ് ഒന്ന് കാണേണ്ടതാണ്. ഓരോ ചോദ്യം വരുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ഇത് രാഷ്ട്രീയം പറയേണ്ട സമയമല്ല, അതിനൊക്കെ നമുക്ക് പിന്നീട് സമയം കണ്ടെത്താം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇനിയും വളരെയേറെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ധാരാളം ആളുകൾക്ക് കൃത്യമായ വൈദ്യസഹായം, ചികിത്സ എത്തിച്ചു കൊടുക്കണം. ഭൂമി നഷ്ടപ്പെട്ടവരാണ് എല്ലാവരും. ആ പ്രദേശം മുഴുവൻ ഒലിച്ചുപോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരെ നമ്മൾ പുനരധിവസിപ്പിക്കണം. ദുരിതാശ്വാസ ക്യാമ്പുകൾ കുറ്റമറ്റതായി നടക്കണം. അവിടെ രോഗം പടരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൂടാ. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ദൗത്യം, ഈ ദുരിതാശ്വാസം അതുപോലെ തന്നെ പുനരധിവാസം എന്ന ഒരു മഹാദൗത്യം മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തെപ്പറ്റി പറയരുത്. അത് ഇതിനുള്ളൊരു സമയമല്ല. മാധ്യമലേഖകർ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിലൊക്കെ രാഷ്ട്രീയമുണ്ട് കേട്ടോ. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദേശീയ ദുരന്തം തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ഇങ്ങനെയൊരു നിലപാടാണ് ആ പത്രസമ്മേളനത്തിൽ ഉടനീളം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എടുത്തത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ വ്യക്തിപരമായ ദുരന്തവും ഓർമ്മിപ്പിച്ചു. രാജീവ് ഗാന്ധിയുടെ മരണം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണം. അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാൻ എങ്ങനെയാണ് അതിനെ നേരിട്ടത്, അന്ന് എൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എനിക്കെന്ന അച്ഛനെ മാത്രമാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ ഇവിടെ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അച്ഛൻ, അമ്മ, സഹോദരന്മാർ, സഹോദരികൾ, ഇവരെല്ലാവരും നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അപ്പം ഇവിടുത്തെ ദുഃഖം, ഇവിടെ ഈ ദുരന്തത്തിന് ഇരയായവർ അനുഭവിക്കുന്ന ദുഃഖം എത്രത്തോളം വലുതാണ് അത് ഞാൻ മനസ്സിലാക്കുന്നു. രാജ്യം ഒന്നിച്ചു നിൽക്കും ഈ ദുരന്തത്തെ നേരിടാൻ. അങ്ങനെയാണ് അദ്ദേഹം പത്രലേഖകരോട് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൻ്റെ വിഷ്വൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബുധനാഴ്ച ഇന്ത്യൻ പാർലമെന്റ് ഇരുസഭകളിൽ നടന്നതാണ് ഓർത്തത്. തേജസ്വി സൂര്യ എന്ന് പറയുന്ന BJP നേതാവിൻ്റെ പരാമർശങ്ങൾ സീറോ ഓവറിലേത് നമ്മൾ അന്ന് തന്നെ ഒരു വീഡിയോയിൽ പരാമർശിച്ചതാണ്. അന്ന് വൈകുന്നേരം രാജ്യസഭയിലും ലോക്സഭയിലും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടി. അത് സംബന്ധിച്ച ചെറിയ തോതിലൊരു ചർച്ചയും നടത്തി. രാജ്യസഭയിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്, ഞങ്ങൾ തക്ക സമയത്ത് ഈ ദുരന്തത്തെക്കുറിച്ച് മുന്നറിവ് കൊടുത്തിരുന്നു.
അതനുസരിച്ച് ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നുവെങ്കിൽ ഇത്രത്തോളം ജീവനാശം സംഭവിക്കുകയില്ലായിരുന്നു, ധാരാളം പേരെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് പിന്നീട് വരാം. പക്ഷെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ ദുരന്തത്തെ നേരിടുന്ന കേരളത്തിന് എന്തെങ്കിലും ഒരു സഹായം നൽകുന്നതിനെ പറ്റി ഒരു വാക്കെങ്കിലും പറഞ്ഞതായി ഞാൻ കണ്ടില്ല. അദ്ദേഹം ഈ കുറ്റപ്പെടുത്തലാണ് നടത്തിയത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അത് അവഗണിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയ ജീവനാശം സംഭവിച്ചത് എന്ന് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അതിലല്പം രാഷ്ട്രീയം കലരുന്നത് വളരെ സ്വാഭാവികമാണ്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു അലർട്ട് കിട്ടിയിട്ടില്ല. മഴപ്പെയ്ത്ത് സംബന്ധിച്ച് യെല്ലോ, ഓറഞ്ച്, റെഡ് അലർട്ടുകളുണ്ട്, ജാഗ്രതാ നിർദ്ദേശങ്ങൾ. അമിത്ഷാ പറയുന്ന സമയത്ത് മേപ്പാടി പഞ്ചായത്തിൽ ഓറഞ്ച് അലർട്ടാണ് ഉണ്ടായിരുന്നത്. സാമാന്യം നന്നായി മഴ പെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭത്തെക്കുറിച്ചോ മലയിടിച്ചിലിനെ കുറിച്ചോ ഉള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ഇതിലില്ല. ജൂലൈ 23 മുതൽ 28 വരെ ഓറഞ്ച് അലർട്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി അന്ന് വൈകിട്ട് മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവർ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. 30, 31 തീയതികളിൽ അവർ ഒരു ഗ്രീൻ അലർട്ടാണ് നൽകിയത്. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഈ പ്രദേശത്ത് ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ, അതിൻ്റെയൊന്നും അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ആളുകളെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, പ്രായോഗികമല്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയത് അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ മാത്രമാണെന്ന് നമ്മൾ കരുതേണ്ടി വരും. തേജസ്വി സൂര്യയെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. കർണാടകയിൽ നിന്നുള്ള MP ആണ്, നമ്മുടെ തൊട്ട അയൽപക്കക്കാരനാണ്. ഒരു അയൽക്കാരനോട് കാണിക്കേണ്ട ഒരു സ്നേഹം അല്ലെങ്കിൽ സഹാനുഭൂതി, അനുകമ്പ, അതുപോലും ബുധനാഴ്ച 0 ഓവറിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം UDF-നെയും LDF-നെയും കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇവിടെ വൻകിട കയ്യേറ്റങ്ങൾ നടക്കുന്നു, കെട്ടിടങ്ങൾ ഉണ്ടാവുന്നു, അതൊക്കെ ഒരു പ്രത്യേക സമുദായക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി സർക്കാരുകൾ, മാറി മാറി വരുന്ന സർക്കാരുകൾ കണ്ടില്ല എന്ന് നടിക്കുന്നു മുതലായ ആക്ഷേപങ്ങൾ. അത് വലിയ വിവാദത്തിനും തർക്കത്തിനൊക്കെ കാരണമായി. രാജ്യസഭയിൽ മറ്റൊരു മഹാൻ, സുരേന്ദ്ര സിംഗ് നാഗർ എന്ന BJP MP, അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത്. വയനാടിൻ്റെ MP ആയിരുന്ന രാഹുൽ ഗാന്ധി ഈ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിദഗ്ധ അഭിപ്രായം. അത് പാർലമെന്റിൽ ഉന്നയിക്കണമായിരുന്നു, പിന്നീട് നമ്മുടെ പ്രധാനമന്ത്രിയോട് സംസാരിക്കണമായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല. അങ്ങനെ ചെയ്യാതിരുന്നതാണ് ഇന്നിപ്പോൾ ഈ വലിയ ദുരന്തത്തിന് കാരണമായിരിക്കുന്നത്. ഈ നാഗർ എന്ന് പറയുന്ന MP, അദ്ദേഹം ഒരു രാജ്യസഭാംഗമാണല്ലോ. എന്താണ് ഇവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്? ഈ പൊട്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ അതിന് പുല്ല് വില പോലും കൊടുക്കില്ല എന്ന് ഇവർ മനസ്സിലാക്കേണ്ടതല്ലേ. എന്താ മോദി ഈശ്വരനാണോ? BJP-ക്കാർ ചിലരൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും. മോദി തന്നെ അങ്ങനെ സ്വയം പറയുന്നുമുണ്ട്, ഈശ്വരൻ തന്നെ അയച്ചതാണെന്ന്. ഈശ്വരനാണെങ്കിൽ വേണമെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ജ്ഞാനദൃഷ്ടിയിൽ മുൻകൂട്ടി കണ്ട് കൈ ഉയർത്തി ആ ദുരന്തത്തെ തടയാൻ പറ്റുമായിരുന്നു. വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിലൊരു കഥയുണ്ട്, മോശയുടെ കഥ, അല്ലെങ്കിൽ മോസസ്. യഹൂദ ജനങ്ങളെ നയിച്ചുകൊണ്ട് അദ്ദേഹം കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ചെങ്കടൽ ഒരു വലിയ പ്രതിബന്ധമായി മാറി. അപ്പോൾ അദ്ദേഹം തൻ്റെ വടി ചെങ്കടലിന് നേരെ നീട്ടി. അപ്പോൾ കടൽ 2ആയിട്ട് ഭാഗിക്കപ്പെട്ടു എന്നൊരു കഥയുണ്ട്. അതുപോലെയുള്ള എന്തെങ്കിലും ദൈവിക സിദ്ധികൾ നമ്മുടെ പ്രധാനമന്ത്രിക്കുണ്ടെന്നാണോ ഈ നാഗർ സാർ പറഞ്ഞു വരുന്നത്? ഒരു തരത്തിലുള്ള ഒരു അനുകമ്പ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണെന്നുള്ള ഒരു കരുതൽ, ഏതെങ്കിലും തരത്തിലുള്ളൊരു സഹായം നൽകാനുള്ള മനസ്സ് ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു സഹായ വാഗ്ദാനങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല ഈ വീഡിയോ ചെയ്യുന്നത് വരെ. എന്നിട്ടാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ചില്ല,
നേരത്തെ മുന്നറിയിപ്പ് തന്നതാണ്, അത് അവഗണിച്ചു എന്നൊക്കെയുള്ള ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ദേവി അത് സഹായിച്ചില്ലെങ്കിലും ഇങ്ങനെ നിന്ദിക്കരുത്, അപമാനിക്കരുത്, ഞങ്ങളെ മുറിപ്പെടുത്തരുത്. ഇപ്പോൾ അമിത് മാളവ്യയും രംഗത്ത് വന്നിട്ടുണ്ട്. BJPയുടെ IT സെല്ലിൻ്റെ അഖിലേന്ത്യാ കൺവീനർ. അദ്ദേഹം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ പോയതിനെയാണ് അമിത് മാളവ്യ കുറ്റപ്പെടുത്തുന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണത്രേ. ഇപ്പോൾ രാഹുലിനും പ്രിയങ്കയ്ക്കും ഡൽഹിയിലിരുന്നാൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ, അതിന് വയനാട്ടിൽ പോകണമല്ലോ. ഇനി പോയില്ലായിരുന്നുവെങ്കിലോ എന്താവും BJP പറയുക? വയനാടിൻ്റെ MP ആയിരുന്നു രാഹുൽ ഗാന്ധി. വയനാട് ഉപേക്ഷിച്ചതോടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി പോലുമില്ല എന്നായിരുന്നേനെ BJP പറയുക. ഇനി നമ്മുടെ കേരള സർക്കാർ അവരവരുടെ കാര്യങ്ങൾ നോക്കുകയാണ് വേണ്ടത്. രാഷ്ട്രീയമായ പരാതികൾ ഉണ്ടായേക്കാം. ഇപ്പോൾ ഇവിടെ കേരള പോലീസിൻ്റെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് ഈ ദുരിതാശ്വാസ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പ്രതികരിക്കുകയും അഭിപ്രായം ചെയ്യുന്നവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവന്മാരുടെ പുറകെ കൂടിയിരിക്കുക കേരളത്തിലെ പോലീസ്. ഇവിടെ ഒരു വലിയ ദുരന്തത്തിൻ്റെ മുമ്പ് നിൽക്കുകയാണ് കേരളം മൊത്തത്തിൽ. അപ്പോഴാണ് നമ്മുടെ പോലീസ് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റുകളോ അല്ലെങ്കിൽ പോസ്റ്റുകളോ മറ്റെന്തെങ്കിലുമോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തവരെ അന്വേഷിച്ച് അവർക്കെതിരെ കേസെടുത്തുകൊണ്ട് നടക്കുക. മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഉണ്ട്. ഈ ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റിയതിൻ്റെയൊക്കെ കഥ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുൻ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചിലരൊക്കെ ഈ പിരിവിനെതിരായിട്ട് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ദുരന്ത നിവാരണ നിയമത്തിൽ എന്തോ വകുപ്പുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് കേസ് നടത്താനാണോ അതോ ഒരു ഭീതിയുടെ അന്തരീക്ഷം പരത്താനാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈ കേസുകളൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുമോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കേരള പോലീസ് വളരെ അലർട്ടാണ്. ഏതോ റെഡ് അലർട്ടോ മറ്റോ ഇക്കാര്യത്തിൽ കിട്ടിയ മട്ടിലാണ് പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് എന്തിൻ്റെ കേടാണിതൊക്കെ? ഇനി പോലീസുകാരെ ഇവിടെ കൂടുതലാണെങ്കിൽ അവരെ വയനാട്ടിലേക്ക് അയക്ക്, അവർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സഹായിക്കട്ടെ. അല്ലാതെ ഇങ്ങനെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കേസുകളുടെ പിന്നാലെ പോവുകയല്ല ചെയ്യേണ്ടത്. ഇതൊരു പക്ഷേ നാളെ ഈ ദുരിതാശ്വാസ ഫണ്ട് പിരിവിൻ്റെ പേരിൽ ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം പിടിക്കാനോ സാലറി ചലഞ്ചിനോ ഒക്കെയുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാം. ഇതൊരവസരമാണല്ലോ. അപ്പോൾ ആ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണോ എന്ന് പോലും ഈ പോലീസിനെ തിടുക്കം കാണുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 3-ാം ദിവസമാണ് വയനാട്ടിലെത്തിയത്. ഇവിടെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അത്യാവശ്യ സന്ദർഭങ്ങളിൽ കൊണ്ടുപോകാൻ, അവർക്ക് സഞ്ചരിക്കാൻ പ്രതിദിനം ലക്ഷക്കണക്കിന് രൂപ വാടക നൽകി ഒരു ഹെലികോപ്റ്റർ എവിടെയോ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഈ ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ മന്ത്രിമാർക്ക് അവിടോട്ട് പോകാൻ ഈ ഹെലികോപ്റ്റർ ഒന്ന് അനങ്ങിയിട്ട് വേണ്ടേ, ഒന്ന് പൊങ്ങിയിട്ട് വേണ്ടേ? ഇനി മുഖ്യമന്ത്രി അവിടെ ചെന്ന് എന്തു ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത്തരം ആളുകളുണ്ട്. അവർ പറയുന്നത് അദ്ദേഹം സെക്രട്ടേറിയറ്റിലിരുന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അതാണ് അദ്ദേഹം ചെയ്തത്. ആ തിരക്കൊഴിഞ്ഞപ്പോൾ അദ്ദേഹം വയനാട്ടിലെത്തി. അവിടെ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു, അവലോകനങ്ങളൊക്കെ നടത്തി. പക്ഷേ അദ്ദേഹം കൊണ്ട് ഉണ്ടായപ്പോഴൊക്കെ എടുത്ത നിലപാടുകളാണ് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് പോകാതിരുന്നതിനെക്കുറിച്ച്. അവർ പറയുന്നത് ഈ സംഭവ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി എത്തിയിരുന്നുവെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് ഒരു കൂടുതൽ ഉന്മേഷവും ആവേശവും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്നതൊക്കെ ഒരു താരതമ്യം പോലെ പറയുന്നവരുമുണ്ട്. ഇപ്പോൾ അതിലൊക്കെ ശ്രദ്ധിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഒരു അലംഭാവവും വരാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അല്ലാതെ പത്രപ്രവർത്തകർ അടക്കമുള്ളവർക്കെതിരെ ഇതിൻ്റെ പേരിൽ കേസെടുക്കാനും ഒന്നും നമ്മുടെ സമയം കളയരുത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്,
ദുരന്ത നിവാരണ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അവരൊരു കൽപ്പന ഇറക്കി ഈ കഴിഞ്ഞ ദിവസം. ഗംഭീര കൽപ്പനയാണ്. അതായത് ശാസ്ത്രജ്ഞന്മാരാരും അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാരും മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കാൻ പാടില്ല. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും അവർ പറയാൻ പാടില്ല. ഈ അപകടം നടന്ന മേപ്പാടി പഞ്ചായത്ത് ഈ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരോ എന്തെങ്കിലും ഒരു പുതിയ പഠനം നടത്തുന്നതിന് വേണ്ടി പോകാൻ പാടില്ല. സർ, ഇത് ഏകാധിപത്യ പ്രവണതയുടെ ഒരു ലക്ഷണമാണ്, അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശൈലിയാണിതൊക്കെ. സത്യം പറയാൻ കെൽപ്പുള്ളവരെ, തയ്യാറുള്ളവരെ തടയുന്നത് ഫാസിസമാണ്. ഇത് ഒരു ജനാധിപത്യ സർക്കാരിനൊട്ടും ഭൂഷണമല്ല. ഇതൊരു വിവാദമായപ്പോൾ ഈ ഉത്തരവ് പിൻവലിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയാൽ പോരാ, അതിനുള്ള സമയവും ഊർജവും മറ്റു കാര്യങ്ങൾക്ക് ദുരുപയോഗപ്പെടുത്താതിരിക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ വരുന്ന ആക്ഷേപങ്ങൾ അവിടെ നിൽക്കട്ടെ, കുറെ കഴിയുമ്പോൾ നമ്മൾ ഈ ദുരന്തത്തെ അതിജീവിക്കും. കാലം ഉണക്കാത്ത മുറിവുകളില്ലല്ലോ. അപ്പോൾ നമുക്ക് വയനാടിനെ ഈ മഹാദുരന്തത്തിൽ നിന്ന് പിടിച്ചു കയറ്റിയ കപ്പിത്താനായിട്ട് നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയെ വാഴ്ത്താം, വാഴ്ത്തുപാട്ടുകൾ രചിക്കാം.